എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, എനിക്ക് നല്ല സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമങ്ങളാണ്. അതിനുള്ള ഒരു ആൻസറാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറഞ്ഞ വിഷമങ്ങൾക്കുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അല്ല കേട്ടോ, നമ്മൾ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കരിയർ ഗ്രോത്തിലേക്ക് ആവശ്യമായ അപ്ഡേഷൻസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് വേണ്ട പ്രൊമോഷനോ നമുക്ക് വേണ്ട സാലറി ഗ്രോത്തോ തരുമോ? ഇല്ല. നമ്മളതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറി, അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ജോലിയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ജോലിയിൽ നിന്ന് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഗ്രോത്ത് ലഭിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മേഖലയിൽ നിന്ന് വേറൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മേഖലയിലേക്ക് കരിയർ ചേഞ്ച് ചെയ്യണമെങ്കിലോ നമുക്കതിന് ആവശ്യമായിട്ടുള്ള സബ്ജക്ട് നോളജും സർട്ടിഫിക്കേഷനും ആവശ്യമാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറിയതാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഇനി കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും ഫോണുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. എന്തിനാ അപ്ഡേറ്റ് ചെയ്യുന്നത്? ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ഫോൺ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതിയോ? നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണ്ടേ? കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ജോലിക്ക് കയറി. പക്ഷെ ഇനി ആ ജോലിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ആ കമ്പനിക്ക് ആവശ്യമായ രീതിയിലോ അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് ആവശ്യമായ രീതിയിലോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഫൈലിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള HR-ലേക്കോ ഹോസ്പിറ്റൽ അഡ്മിഷൻ മേഖലയിലേക്കോ വേറോസോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മേഖലയിലേക്കോ ഒക്കെ കരിയർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓൾറെഡി ഉള്ള ജോബിൻ്റെ കൂടെ തന്നെ ആ ജോലി നഷ്ടപ്പെടുത്താതെ ക്വിറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ പഠിക്കാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് എഫേർട്ടൊക്കെ എടുക്കണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കരിയറിൽ ഗ്രോത്ത് കിട്ടുള്ളൂ. അതിനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് IBIS അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഓൾറെഡി ഉള്ള ജോബ് ക്വിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ടൈമിൽ നമുക്ക് അമേരിക്കൻ ഡിപ്ലോമ പ്രോഗ്രാംസും അമേരിക്കൻ PGDM പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോയിന്റാണ്. അപ്പോൾ അത് പഠിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള ജോബിനൊപ്പം തന്നെ ഇവൺ അടുത്തൊരു ലെവലിലേക്ക് നമ്മുടെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആഡ് ചെയ്യാം, സ്കിൽ സെറ്റുകൾ ആഡ് ചെയ്യാം. അതുവഴി പുതിയ കരിയർ ഗ്രോത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ എല്ലാം എൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് മാത്രം, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല എന്നുകൊണ്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് സൊല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലേക്ക് കരിയർ ഗ്രോത്ത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ്.